അപ്പോൾ ആ അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയാം. തീർച്ചയായും ആ കാർട്ടിലേജിന് വേണ്ട സപ്പോർട്ട് കിട്ടാതെ വരികയും കാർട്ടിലേജിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടാതെ വരികയും അത് കാർട്ടിലേജ് ഡാമേജിനും പിന്നീട് പ്രായാധിക്യത്തിലുണ്ടാകുന്ന തേയ്മാനത്തിനും കാരണമാകാം. ഞാൻ ഡോക്ടർ രാജേഷ് വി, കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മുട്ടുവേദനയും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഇന്ന് പലരെയും വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. മുട്ടുസന്ധിയിൽ ഉണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ തോത് അളവ് കൂടുന്നതുകൊണ്ടാണ് ഇത് ഈ അവസ്ഥയിലേക്ക് പലപ്പോഴും പ്രായമാകുമ്പോൾ ആൾക്കാർ എത്തിച്ചേരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മുട്ടുസന്ധിയുടെ കാലിനോട് ചേർന്നുള്ള മുട്ടുസന്ധി വളരെ സങ്കീർണവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സന്ധിയാണ്. ആ സന്ധിയിൽ കാലിലുണ്ടാകുന്ന അലൈൻമെൻറ്റ് വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പകാലങ്ങളിലുണ്ടാകുന്ന അലൈൻമെൻറ്റ് വ്യത്യാസങ്ങൾ ഭാവിയിൽ മുട്ട് തേയ്മാനത്തിന് ഒരു കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി മുട്ടിനോടനുബന്ധിച്ചുള്ള അസ്ഥികളിൽ ഉണ്ടാകുന്ന വളവുകളും വ്യതിയാനങ്ങളും ഒക്കെ കറക്റ്റ് ചെയ്ത് വേണ്ട ശ്രദ്ധ ചെലുത്തിയാൽ തീർച്ചയായും ഒരു തേയ്മാനത്തിൻ്റെ തോത് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. കുട്ടികളിൽ പലപ്പോഴും വളർച്ചയോടനുബന്ധിച്ച് കാൽസ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ അളവ് റിക്വയർമെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ യഥാസമയം അവർക്ക് വേണ്ട കാൽസ്യം വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് നൽകുകയും വെയിൽ കൊണ്ടുള്ള കായിക വിനോദങ്ങളിലൊക്കെ അവർ ഏർപ്പെടുവാൻ അനുവദിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായും അവർക്ക് കാൽസ്യം വൈറ്റമിൻ ഡിയുടെ അളവ് കിട്ടുകയും അത് നമ്മുടെ എല്ലിന് ബലവത്താകുകയും അവർക്ക് വൈകല്യങ്ങളും ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഉയർന്ന തോതിൽ തേയ്മാനം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം പരിക്കുകളാണ്. മുട്ടിനുണ്ടാകുന്ന പരിക്കുകൾ പലപ്പോഴും അത് യഥാസമയം വേണ്ട രീതിയിൽ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും മുട്ടിലൊരു ഇൻറ്റേർണൽ ഡിറേഞ്ച്മെൻറ്റ്, മുട്ടിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുകയും ചിലപ്പോൾ അത് ലിഗമെൻറ്റുകളുടെ പരിക്കുകളാകാം, അതല്ലെങ്കിൽ മുട്ടിനോട് ചേർന്നുള്ള കുഷീൻസ് മെനിസ്കസിൻ്റെ പരിക്കുകളാകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാർട്ടിലേജ് ഡാമേജുകളാകാം. ഇവയൊക്കെ യഥാസമയം നമ്മൾ വേണ്ട രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഭാവിയിൽ കാർട്ടിലേജ് ഡാമേജ് അതുമൂലമുണ്ടാകുന്ന തേയ്മാനങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇന്ന് ഈ മുട്ടിലെ പരിക്കുകൾ ചികിത്സിക്കാൻ നൂതനമായ കീഹോൾ സർജറീസ് ഒക്കെ ലഭ്യമാണ്. അവ നമ്മൾ യഥാസമയം പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും ഭാവിയിൽ ഉണ്ടാകുന്ന മുട്ട് തേയ്മാനത്തിൻ്റെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മുട്ടിന് തേയ്മാനത്തിന് മറ്റൊരു പ്രധാന കാരണം മുട്ടിൽ ഉണ്ടാകുന്ന നിരവധി രോഗങ്ങളുടെ പരിണതഫലമാണ്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ പോളി ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ചില ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. മുട്ടിനകത്ത് ജോയിൻറ്റിനകത്ത് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് കാർട്ടിലേജിന് ഭാവിയിൽ ഡാമേജ് ഉണ്ടാകുകയും അത് തേയ്മാനത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള പല രോഗങ്ങൾക്കും യഥാസമയം കറക്റ്റീവായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ തീർച്ചയായും ഭാവിയിൽ നമുക്ക് ഈ മുട്ടു തേയ്മാനത്തിൻ്റെ തോത് കുറയ്ക്കാനും അങ്ങനെ അതുമൂലമുണ്ടാകുന്ന വൈഷമ്യങ്ങളും അതുമൂലമുണ്ടാകുന്ന ശസ്ത്രക്രിയകളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. മുട്ടുസന്ധിയോട് ചേർന്നുള്ള തരുണാസ്ഥിയുടെ ന്യൂട്രീഷനും അതുപോലെ തന്നെയുള്ള തരുണാസ്ഥിക്ക് ബലവും നൽകുന്നത് അതിനോട് ചേർന്നുള്ള അസ്ഥികളാണ്. അപ്പോൾ ആ അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയാം. തീർച്ചയായും ആ കാർട്ടിലേജിന് വേണ്ട സപ്പോർട്ട് കിട്ടാതെ വരികയും കാർട്ടിലേജിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടാതെ വരികയും അത് കാർട്ടിലേജ് ഡാമേജിനും പിന്നീട് പ്രായാധിക്യത്തിലുണ്ടാകുന്ന തേയ്മാനത്തിനും കാരണമാകാം. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് പ്രിവെൻറ്റ് ചെയ്ത്, അതായത് വേണ്ടത്ര രീതിയിലുള്ള എല്ലുകൾക്ക് ബലം നൽകുന്ന കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, അതുപോലെ പ്രോട്ടീൻ തുടങ്ങിയവയുടെ എല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരവും അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ട സപ്ലിമെൻറ്റ്സും ഒക്കെ നൽകി നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് തടഞ്ഞാൽ തീർച്ചയായും ഭാവിയിൽ ഉണ്ടാകുന്ന മുട്ട് തേയ്മാനം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതശൈലിയിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തിയും നമുക്ക് തീർച്ചയായും മുട്ട് തേയ്മാനം ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അമിതവണ്ണം മുട്ട് തേയ്മാനത്തിന് പ്രധാനമായ കാരണങ്ങളൊന്നാണ്. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഉയർന്ന തോതിൽ വന്നാൽ ഏകദേശം നമുക്കത് 25-നുള്ളിൽ നിർത്തണമെന്നാണ്. അതിന് മുകളിലേക്ക് വന്നാൽ തീർച്ചയായും അത് മുട്ടിൻ്റെ സന്ധികളിൽ, മുട്ടിൻ്റെ കാർട്ടിലേജുകളിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയും അത് തേയ്മാനത്തിനും വേദനയ്ക്കും നടക്കാനുള്ള ബുദ്ധിമുട്ടിനുമൊക്കെ കാരണമാകും. മുട്ടുസന്ധിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അതിൻ്റെയോട് ചേർന്നുള്ള മുട്ടുസന്ധിയോട് ചേർന്നുള്ള പേശികൾക്ക് വേണ്ടത്ര ബലവും സ്ട്രെങ്തും നൽകിയാൽ തീർച്ചയായും നമുക്ക് തേയ്മാനം കുറയ്ക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, മുട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ക്വാഡ്രിസെപ്സ് പേശികളും മുട്ടിൻ്റെ പുറകിലുള്ള ഹാംസ്ട്രിങ് പേശികളും അതുപോലെ തന്നെ കാഫ് മസിലിൽ ചേർന്നുള്ള ഗാസ്ട്രോസോളിയസ് പേശികൾക്കുമൊക്കെ ബലം തരുന്ന വ്യായാമങ്ങൾ നമ്മൾ ഏർപ്പെടുക. ഫ്ലെക്സിബിൾ സ്ട്രെച്ചിങ് വ്യായാമങ്ങളും ഒക്കെ ചെയ്താൽ നമ്മുടെ മുട്ടുസന്ധിക്കുണ്ടാകുന്ന സ്ട്രെസ് ഒഴിവാക്കുകയും കാർട്ടിലേജിനുണ്ടാകുന്ന അപചയം കുറയ്ക്കുകയും അങ്ങനെ നമുക്ക് മുട്ടുസന്ധി തേയ്മാനം കൊണ്ടുള്ള വൈഷമ്യങ്ങൾ ഭാവിയിൽ കുറയ്ക്കാനും സാധിക്കും.